സഹയോഗി, രക്ഷിതാക്കളുടെ ശാക്തീകരണ സഹായി. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ശാക്തീകരിക്കാനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി. വസ്ത്രധാരണ പരിശീലനം. കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായി വസ്ത്രം ധരിക്കാൻ പഠിക്കുന്നത് ആത്മവിശ്വാസം നേടാനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെയും നമ്മുടെ ക്ഷമയിലൂടെയും അത് നമുക്ക് സാധ്യമാക്കാം. ആദ്യമായി കുട്ടിയെ സ്വന്തം വസ്ത്രം മറ്റുള്ളവയിൽ നിന്ന് തിരിച്ചറിയാൻ പഠിപ്പിക്കുക. മോനെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ഷെൽഫിലുള്ളത് മുഴുവൻ നിന്റെ ഡ്രസ്സുകളാ. നമുക്ക് ഇതിൽ നിന്ന് ഇന്നത്തേത് എടുത്താലോ? ശരി അച്ഛാ. അടുത്തതായി വസ്ത്രം അഴിക്കുക. പാൻസ് അഴിക്കാൻ അച്ഛൻ കുട്ടിയുടെ പിന്നിൽ നിന്ന് കൈപിടിച്ച് താഴേക്ക് വലിക്കാൻ സഹായിക്കുക. നമുക്ക് പാൻസ് അഴിച്ചാലോ? ദാ ഇങ്ങനെ താഴേക്ക് വലിച്ചാൽ മതി. ഷർട്ട് അഴിക്കുന്നതിന് ആദ്യം ബട്ടൺ അഴിച്ചു കൈ പുറത്തെടുക്കാൻ പഠിപ്പിക്കുക. ഇനി ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി തുറക്കാം. എന്നിട്ട് പതിയെ കൈ പുറത്തെടുക്കാം. ഇങ്ങനെയല്ലേ? ആ, മിടുക്കൻ. ബനിയൻ അഴിക്കാൻ താഴത്തെ അറ്റം പിടിച്ച് മുകളിലേക്ക് വലിക്കുക. ദാ ഇങ്ങനെ രണ്ട് കൈയും വെച്ച് മുകളിലേക്ക് ഉയർത്തിയാൽ മതി. അടുത്തതായി ചെരുപ്പ് അഴിക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കാം. ഇതിനായി കുട്ടിയെ ഇരുത്തി ചെരുപ്പിന്റെ പിൻഭാഗത്ത് പിടിച്ചു വലിക്കാൻ സഹായിക്കുക. ശേഷം കുട്ടിയോട് സ്വന്തമായി ചെയ്യാൻ നിർദ്ദേശിക്കുക. ദാ ഇങ്ങനെയാണ് ചെരുപ്പ് അഴിക്കേണ്ടത്. ഇനി മോൻ ഒന്ന് തനിയെ ശ്രമിച്ചു നോക്കിക്കേ. ഇങ്ങനെയല്ലേ? കൊള്ളാം. അതേപോലെ തന്നെ, മിടുക്കൻ. സോക്സ് പിടിച്ച് കാലിന്റെ ഉപ്പൂറ്റി വരെ വലിച്ച് വിരലുകളിൽ നിന്ന് പുറത്തെടുക്കുക. പാൻസ് ധരിക്കുമ്പോൾ എളുപ്പമുള്ള ഘട്ടങ്ങളിൽ നിന്ന് തുടങ്ങുക. ആദ്യം നമുക്ക് ഇടത് കാൽ വെക്കാം. ശരി, ഇനി അടുത്തത്. ഹാ അച്ഛാ. കൊള്ളാം. ഇനി ഒരുമിച്ച് മുകളിലേക്ക് വലിച്ചേ. ഷർട്ടിന്റെ ഉൾഭാഗം ഏതാണെന്ന് സംശയം വരുമ്പോൾ ഈ തയ്യൽ തുമ്പ് ശ്രദ്ധിച്ചാൽ മതിയെന്ന് കുട്ടിയെ ഓർമ്മിപ്പിക്കാം. സോക്സ് ശരിയായ കാലിലിടാൻ കുട്ടിയെ പഠിപ്പിക്കുക. ഇനി ചെരുപ്പ് ശരിയായി ധരിക്കണം. തെറ്റായാൽ നടക്കാൻ പറഞ്ഞ് ശരിയാക്കാൻ പഠിപ്പിക്കുക. അയ്യോ, ചെരുപ്പ് മാറിയല്ലോ. ഇത് വലത് കാലിൻ്റെതാണ്. ഇങ്ങോട്ടിടൂ. ശരി അച്ഛാ. ആദ്യം ചെറിയ അളവിൽ സിബ് തുറക്കാൻ പഠിപ്പിക്കുക. പിന്നെ പൂർണ്ണമായും. ആദ്യം നമുക്ക് കുറച്ച് മാത്രം സിബ് തുറക്കാം, പിന്നെ മുഴുവനായി. വലിയ ബട്ടണുകളിൽ നിന്ന് തുടങ്ങുക, പിന്നെ ചെറിയവയിലേക്ക്. സാരമില്ല, ഒന്നുകൂടി ശ്രദ്ധിച്ച് ശ്രമിച്ചു നോക്കൂ. ദാ ഈ വിരൽ കൊണ്ട് ബട്ടൺ പിടിച്ച് ഈ ദ്വാരത്തിലൂടെ ഇടാം. വസ്ത്രം വൃത്തിയായി സൂക്ഷിച്ചാൽ കുട്ടിയെ അഭിനന്ദിക്കുക. വളരെ നന്നായി മടക്കി വെച്ചല്ലോ മോനെ, മിടുക്കൻ. സഹനവും തുടർച്ചയായ പരിശീലനവും കൊണ്ട് കുട്ടികൾക്ക് സ്വയം വസ്ത്രം ധരിക്കാനും ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും കഴിയും.